നമസ്കാരം. ശനിദോഷം എന്നത് ജ്യോതിഷത്തിൽ എപ്പോഴും ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ പിടിമുറുക്കുകയാണ് എങ്കിൽ അത് വിട്ടുപോവുക എന്നത് അല്പം കഠിനമാണ്. വേദജ്യോതിഷ പ്രകാരം ശനി പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് എന്ന് നാം ഏവർക്കും അറിയാം. നിങ്ങളുടെ രാജയോഗത്തിന് വരെ കാരണമാകുന്ന ശനി പക്ഷേ ദോഷസ്ഥാനത്താണ് എങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ശനിയുടെ സ്ഥാനം ദോഷമാണ് എങ്കിൽ ആയുസ്സിന് വരെ കോട്ടം തട്ടും എന്ന തരത്തിലുള്ള ഫലങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. ശനിയുടെ ദൃഷ്ടി ഒരാളുടെ ജീവിതത്തിൽ പതിക്കുമ്പോൾ അയാളുടെ ജീവിതം ദുസ്സഹമായി പോകുന്നു എന്നതാണ് വാസ്തവം. ശനിയുടെ മോശം ഫലങ്ങൾ ജീവിതത്തിൽ പ്രതികൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്നാൽ ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നിന്നും കണ്ടകശനി ഒഴിഞ്ഞു പോകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ദീർഘകാലമായ കണ്ടകശനി ഒഴിഞ്ഞു പോകുന്നത് എന്ന് മനസ്സിലാക്കാം. എന്നാൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം ഈ പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാകുന്നു. നിങ്ങളുടെ ജാതകപ്രകാരം മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ കണ്ടകശനി പൊതുഫലത്താൽ ഒഴിഞ്ഞു പോകുന്നത് എന്ന് മനസ്സിലാക്കാം. തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ദീർഘകാലമായി ഉണ്ടായിരുന്ന ദോഷഫലങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ സമയമാണ് ഇത് എന്ന് തന്നെ പറയാം. ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ്. വളരെയധികം കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിച്ചിരുന്നവർ തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർ. എന്നാൽ പൊതുഫലത്താൽ ശനിയുമായി ബന്ധപ്പെട്ട ചില ദോഷഫലങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു എന്നത് ഇവർക്ക് ആശ്വസിക്കുവാൻ സാധിക്കുന്നതായ കാര്യം തന്നെയാകുന്നു. തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങൾക്കും ജോലി, അതേപോലെ കർമ്മമേഖല തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക, ബിസിനസ് പരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുക, പഠനവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിച്ചിരിക്കുന്ന സമയം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായി വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാണ്. കണ്ടകശനി ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു എന്ന ആശ്വാസം ഇവർക്ക് ലഭിക്കുന്നതാണ്. പുണർദ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പല ദുരിതങ്ങളും കഷ്ടതകളും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും. കർമ്മമേഖലയിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. പഠനവുമായി ബന്ധപ്പെട്ടും ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾക്ക് തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കുവാൻ സാധിക്കും. ഈ സമയം ഇത്തരം കാര്യങ്ങൾക്ക് അനുയോജ്യമാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം തീർച്ചയായും പരമശിവനെ ആരാധിച്ച് ശാസ്താവിനെ ആരാധിച്ച് മുന്നോട്ടു പോവുക. ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിൽ കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് കണ്ടകശനി മൂലമുള്ള ദോഷഫലങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുന്ന അവസരമാണ് ഇത്. ഈ സമയം അതിനാൽ തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, തൊഴിൽ മേഖലയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുക, കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും തന്മൂലം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാവുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത ഈ സമയം കൂടുതലാണ്. ഈ സമയം അതിനാൽ തന്നെ നിങ്ങളുടെ ഭാഗ്യസമയമാണ് എന്ന് തന്നെ പറയുവാൻ സാധിക്കും. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ പെട്ടെന്നാണ് ഉയർച്ച വന്നു ചേരുക എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരും. പല മേഖലകളുമായി ബന്ധപ്പെട്ട് ഉയർച്ച വളരെ വേഗം സ്വന്തമാക്കുവാൻ സാധിക്കും. വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. കുടുംബജീവിതത്തിലുള്ള തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. വിദേശത്തേക്ക് പോകുവാൻ അനുകൂലമായ ഫലങ്ങൾ സിദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം തീർച്ചയായും പരമശിവനെയും ശാസ്താവിനെയും ആരാധിച്ച് മുന്നോട്ടു പോവുക.
ഇരു ദേവതകളുടെയും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും അറിയേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാകുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി ജീവിതത്തിൽ നിന്നും ഒഴിയുകയും ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയും ചെയ്യുന്ന സമയമാകുന്നു. ഈ സമയം രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം നിസ്സംശയം പറയാം. അതിനാൽ തന്നെ ഈ സമയം പ്രധാനമായും വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഇരട്ടിയായി തന്നെ നേട്ടങ്ങൾ വന്നു ചേരും. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരമാണ് ഇത്. പ്രതീക്ഷിക്കാതെ തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടോ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. വിവാഹ തടസ്സങ്ങൾ ഒഴിയുന്നതായ അവസരങ്ങൾ സംജാതമാകും. ഈ സമയം ശ്രമിക്കുകയാണ് എങ്കിൽ വിദേശത്ത് ജോലി ലഭിക്കുക, വിദേശത്ത് പഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക, ബിസിനസ് വിപുലീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലായ സമയമാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഈ സമയം സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. ശാസ്താവിനെയും പരമശിവനെയും ആരാധിച്ച് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഇരു ദേവതകളുടെയും ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ടു പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും കണ്ടകശനിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ അകലുകയും ഈ സമയം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും. പ്രധാനമായും ജീവിതത്തിലെ പല ദുരിതങ്ങളും ഒഴിഞ്ഞു പോകുന്നതാണ്. തർക്കങ്ങൾ കൂടാതെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും. തർക്കങ്ങൾ ഒഴിയുന്നതിനാൽ മനസ്സമാധാനം വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾ, ധനം സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ ബിസിനസ് ആരംഭിക്കുക, ബിസിനസ് വിപുലീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരമാണ്. വിദ്യയിൽ വളരെയധികം മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. ഈ സമയം ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാകുന്നു. അത്തരത്തിൽ ഉണ്ടാവുകയാണ് എങ്കിൽ ജോലി തുടങ്ങിയ കാര്യങ്ങൾ, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. വിവാഹ ജീവിതത്തിലെ തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. രാജയോഗതുല്യമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നുവരും. തീർച്ചയായും പരമശിവനെയും ശാസ്താവിനെയും ആരാധിച്ച് പരമശിവന്റെ പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിച്ച് ശിവക്ഷേത്രങ്ങളിലും ശാസ്താക്ഷേത്രങ്ങളിലും ദർശനം നടത്തി മുന്നോട്ടു പോവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടകശനി മൂലമുള്ള ദോഷഫലങ്ങൾ ഒഴിയുന്നതായ സമയമാണ് ഇത്. ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. നിങ്ങൾക്ക് തടയപ്പെട്ടിരുന്ന പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും. ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടായിരുന്നു എങ്കിൽ ആ തടസ്സങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. വിദ്യയിൽ വിദ്യാർത്ഥികൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് പോവുക തന്നെ ചെയ്യും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലം തന്നെ വന്നു ചേരും. ജോലി ലഭിക്കുക, പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോവുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത ഈ സമയം കൂടുതലാകുന്നു. മനസ്സിൽ വളരെയധികം വിഷമങ്ങൾ സൃഷ്ടിച്ചിരുന്ന പ്രശ്നങ്ങൾ, മനക്ലേശങ്ങൾ നൽകിയിരുന്ന അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ, പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കുക. അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും ശാസ്താക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഈ സമയം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അനുകൂലമായ സമയമാണ്. വളരെ കാലമായി കാത്തിരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ശനിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ സമയം. ഈ സമയം നിങ്ങൾക്ക് ഇത്തരം ദോഷഫലങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നിരിക്കുന്ന സമയം തന്നെയാകുന്നു. അതിനാൽ ശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഈ സമയം ശനിയുടെ ദോഷഫലങ്ങൾ ഒഴിഞ്ഞതിനാൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും.
ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. പ്രതീക്ഷിക്കാതെ തന്നെ സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന കാര്യവും ഓർക്കുക. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. പ്രധാനമായും ജീവിതത്തിലേക്ക് ഭാഗ്യം കടന്നുവരും എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ജോലിയുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ, സാമ്പത്തികമായ ഉയർച്ച നേടുവാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ വിവാഹം, അതേപോലെ തന്നെ ആഗ്രഹിക്കുന്നതായ രീതിയിലുള്ള ബന്ധം, കൂടാതെ ജീവിതത്തിലേക്ക് ആഗ്രഹിച്ച ജോലി തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ മനക്ലേശങ്ങൾ നൽകിയിരുന്ന കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. തീർച്ചയായും ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. മാനസികപരമായ ക്ലേശങ്ങൾ അകലും. പരമശിവനെയും ജീവിതത്തിൽ നിന്നും അകന്ന് സന്തോഷം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈ സമയം തുല്യമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും പരമശിവനെയും ശാസ്താവിനെയും ആരാധിക്കേണ്ടതാകുന്നു. കൂടാതെ ജീവിതത്തിൽ രാജയോഗതുല്യമായ ഫലങ്ങൾ തന്നെയാണ് ഏവർക്കും വന്നു ചേരുക. അല്പകാലം നീണ്ടു നിൽക്കും. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ജാതകപ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരാം. അതിനാൽ ആ കാര്യവും ശ്രദ്ധിക്കുക. പൊതുഫലപ്രകാരം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് ഇത്.